സന്ദേശം യാക്കോബ് എഴുതുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൽ യാക്കോബ് എഴുതുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 4-ാം വാക്യം: എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം, യാക്കോബ് എഴുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നാം ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരു ദൈവ പൈതൽ, മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതൽ, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവ പൈതൽ, അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം അവസാനിപ്പിക്കുകയല്ല, തുടർന്ന് ആത്മാവിൽ അവൻ വളരേണ്ടത് വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യാക്കോബ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകണം. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ക്രിസ്തു ആഗ്രഹിക്കുന്നത്, നാം ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും നാം ആയിത്തീരണമെങ്കിൽ നാം പ്രാപിച്ച വിശ്വാസത്തിന് അനുസൃതമായ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് ദൈവവചനപ്രകാരം നാം തികഞ്ഞവരാണോ സമ്പൂർണരാണോ എന്ന് നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് യാക്കോബ് പറയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കർത്താവായ യേശുവിനെ വിശ്വസിക്കുവാൻ പ്രത്യേകിച്ച് ഒന്നിൻ്റെയും ആവശ്യമില്ല, അല്ലേ? സ്നാനപ്പെടുവാൻ ഒന്നിൻ്റെയും പ്രത്യേകിച്ച് ആവശ്യമില്ല. പക്ഷേ ആ സ്നാനപ്പെട്ട, അല്ലെങ്കിൽ ആ കർത്താവിൽ വിശ്വസിച്ച, ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിച്ച, ഏറ്റെടുത്തൊരു ദൈവ പൈതൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം, അത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ വില കൊടുക്കേണ്ടതായ ആവശ്യമുണ്ട്. അതിന് ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് യാക്കോബ് പറയാണ്, നിങ്ങൾ തികഞ്ഞവരായി മാറണം, സമ്പൂർണരായി മാറണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തിന് ഒരു സ്ഥിരത വേണം, നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനം വേണം. മറ്റു പലരും പറയുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ ആടിയുലയുന്നൊരു വിശ്വാസമല്ല നമ്മുടെ ജീവിതത്തിലായി തീരേണ്ടത്. മറിച്ച് സ്ഥിരതയ്ക്ക് തക്കവണ്ണം ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന യാക്കോബ് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവ് ഇങ്ങനെയാണ് ഇടപെടുന്നത്: ഈ വചനം ക്രിസ്തുവിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒരുവൻ ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വചനം ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രവചനം ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഒരു വ്യക്തിയിൽ ജനിപ്പിക്കുവാനുള്ള ശക്തിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിന്റെ മക്കളെ ജനിപ്പിച്ചിരിക്കുന്നത് ദൈവ വചനത്താലാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഉൾനട്ടിരിക്കുകയാണ്. ഈ വചനം കൊണ്ട് ജനിക്കാൻ നിന്റെ അകത്തെ മനുഷ്യനിൽ ഒരു പ്രാപ്തി ദൈവം നൽകിയിട്ടുണ്ട്. ഈ വചനത്താലാണ് നീ ജീവൻ പ്രാപിക്കുന്നത്. അപ്പോൾ സത്യത്തിന്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവ പൈതൽ ആരാണെന്നറിയാമോ? അവന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാണ്. അവന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാണ്. വാസ്തവത്തിൽ വീണ്ടും ജനനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം നടത്തുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്താൽ ആ വ്യക്തിയെ ആദ്യ ഫലമായിട്ട് കണക്കാക്കുകയാണ്.
ഇന്നു പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഓൺലൈനിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ജനിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചന കേൾവികൾ കൊണ്ട് കഴിയുമെങ്കിൽ ആ വചനത്താൽ നീ ജനിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ വചനം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതേ വാക്യം തന്നെ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനത്തിനകത്ത് പത്രോസ് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ അവൻ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഥാർത്ഥമായ വീണ്ടും ജനനം നടക്കുന്നത് മനുഷ്യനാലല്ല. യഥാർത്ഥമായ വീണ്ടും ജനനം അകത്ത് നടക്കുന്നത് ദൈവത്തിന്റെ കെടാത്ത ബീജത്താലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഥാർത്ഥമായ വീണ്ടും ജനനം എന്ന് പറയുന്നത് സാധാരണമായ ജനനത്തെക്കാൾ വളരെ വ്യത്യസ്തമാണ്. മനുഷ്യ ജനനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവം ഒരു മനുഷ്യനിൽ ജീവൻ ഉണ്ടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ബീജത്തിന് ഹല്ലേലൂയ മരണമുണ്ട്. മനുഷ്യന്റെ ബീജത്തിന് ക്ഷയമുണ്ട്. ക്ഷയമുള്ളതാണ്. പ്രകൃതിക്ക് വിധേയമായി പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഹല്ലേലൂയ നശിക്കുന്ന ബീജമാണ് മനുഷ്യന്റേത്. പക്ഷെ ദൈവവചനത്തെ അങ്ങനെയല്ല ഉപമിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ ഇവിടെ ഹല്ലേലൂയ പത്രോസ് ഉപമിക്കുന്നത് ഇങ്ങനെയാണ്: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് മനുഷ്യന്റെ ബീജത്താൽ സങ്കലനമുണ്ടായതുപോലെയാണെങ്കിൽ ആ ബീജത്തിൽ അവന്റെ മുഴു സ്വഭാവവും അവൻ ജനിച്ച മുതൽ പ്രായമാകുന്ന സമയം വരെയും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നത് വരെയും അവന്റെ സ്വഭാവത്തിൽ ആ ബീജത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഒരു ബീജമാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക: മനുഷ്യന്റെ ഹല്ലേലൂയ കെടുന്ന ബീജത്താലുള്ള ജനനമല്ല നിന്നിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെയാ നടക്കുന്നത്? ആത്മാവിന്റെ വചനത്താൽ, കെടാത്ത വചനത്താൽ. കാരണം എങ്ങനെയാണ്? വചനം എന്നേക്കും സ്ഥിരമായ വചനമാണ്. വചനത്തിലൂടെ നാം ഇപ്രകാരം വായിക്കുന്നു: ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവന്റെ വചനത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. അവന്റെ വചനം ഭൂമിയിലല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ആ വചനത്താൽ ഉളവായ ജീവൻ നിത്യമായ ജീവനാണ്. അതുകൊണ്ട് കർത്താവ് പ്രകാരം പറയുന്നു: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ദൈവത്തിന്റെ വചനത്തിന് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ബീജത്തെ കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ബീജം ഒരു മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ മനുഷ്യനിൽ പൂർണ്ണമായും അവന്റെ സ്വഭാവം ഉൾപ്പെടുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു: നിങ്ങൾ ജനിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ബീജത്താലല്ല. രണ്ടാമതൊരു ജനനം നിങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനത്താലാ. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ദൈവം പാകിയപ്പോൾ തന്നെ ദൈവത്തിന്റെ ജീവനും അനശ്വരമല്ലാത്ത ആ വിത്തിൽ ദൈവം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ബീജം മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് പോലെ നശിക്കാത്ത കെടാത്ത ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിൽ ജനിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ദൈവം തന്റെ വചനത്തെ നമ്മുടെ ഉള്ളിൽ ദൈവം ഉൾനട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ഉൾനട്ട ജീവനെ പ്രൈസ് ദി ലോർഡ്
വളരുവാൻ നാം അനുവദിച്ചാൽ മാത്രമേ ഈ വചനം നമ്മുടെ ഉള്ളിൽ വളരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷ പ്രകാരം വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനത്തിനകത്ത് ഒരു ജനനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിനകത്തുള്ള ജനനമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മീകമായ മനുഷ്യന്റെ സ്വഭാവത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം എല്ലാം വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ഒരു മനുഷ്യന്റെ ജനനത്തിന് കാരണമാകുന്ന ബീജം ജനിപ്പാനുള്ള കുട്ടിയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് പോലെ നിങ്ങൾ കേട്ട വചനം, നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുന്നതായ ദൈവത്തിന്റെ വചനം ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ നട്ടിരിക്കുന്ന വചനം വളരണ്ടേ? നട്ടിരിക്കുന്നതായ വചനം വളർത്തണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഈ വചനം വളർത്താൻ പിശാച് ഒരിക്കലും അനുവദിക്കുന്നില്ല. ഈ വചനം നിങ്ങളിൽ വേരുപിടിക്കാൻ പിശാച് ഒരിക്കലും അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഈ വചനം ദൈവത്തിന്റെ ഒരു വിത്താണെന്നും ഇത് വീഴുന്നത് മനുഷ്യന്റെ ഹൃദയമാകുന്ന നിലത്തിലാണെന്നും കർത്താവ് പറഞ്ഞു. 13-ാം അധ്യായം നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന 1-2-4 കാര്യങ്ങൾ അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. ഈ വചനമാകുന്ന വിത്ത് കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾക്കകത്ത് സംഭവിക്കുന്നതായ കാര്യങ്ങൾ വിതക്കാരന്റെ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും കൂടി ഇന്ന് വായിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരുന്നാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിൽ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഒരു വിത്താണ്. മനുഷ്യന്റെ ഹൃദയം ഒരു നിലവുമാണ്. കർത്താവ് ആ ഉപമയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് 4 വിധത്തിലുള്ള ഹൃദയത്തെ കുറിച്ച് വളരെ വ്യക്തമായി ആ ഉപമയിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഹൃദയത്തിന്റെ പ്രത്യേകത, വചനം കേൾക്കുന്നു, സ്വീകരിക്കുന്നില്ല, ഫലം കൊടുക്കുന്നില്ല. അതിനെ കർത്താവ് വിളിക്കുന്നത് കഠിന ഹൃദയം എന്ന. രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് വചനം സ്വീകരിക്കുന്നു, പക്ഷേ ആഴമില്ലായകയാൽ ഫലം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആഴമില്ലാത്ത ഹൃദയം. രണ്ടാമത്തെ ഹൃദയം. മൂന്നാമത്തെ ഹൃദയം എന്ന് പറയുന്നത് ഉപദ്രവവും ലോകചിന്തയും ഹേതുവായി വചനത്തെ ഞെരുക്കി ഫലം തരാതിരിക്കുന്ന അനുഭവം. ആ ഹൃദയത്തെ ഞെരുക്കമുള്ള ഹൃദയം എന്ന് വിളിക്കാം. പക്ഷെ നാലാമത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. വചനം കൈക്കൊള്ളുകയും വേര് ഉറച്ച് പുഷ്ടിപ്പെട്ട്
വളരെ ഫലം കാക്കുകയും ചെയ്യുന്ന ഫലഭൂഷ്ടിയുള്ള ഹൃദയം. ഞാൻ എൻ്റെ കേൾവിക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളിൽ നിങ്ങൾക്ക് ഇതിലേത് ഹൃദയമുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഫലഭൂയിഷ്ടിയുള്ള ഹൃദയം അത് വചനം കൈക്കൊള്ളുകയും വേരുറച്ച് പുഷ്ടിപ്പെട്ട് വളരെയധികം ഫലം കായ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, രക്ഷയുടെ ഏറ്റവും വലിയ പരിശോധന എന്ന് പറയുന്നത് അത് ഫലം നൽകുക എന്നുള്ളതാണ്. ഫലം നൽകാത്ത, ഫലഭൂഷ്ടിയില്ലാത്ത, ദൈവത്തിന് വേണ്ടി കായ്ക്കാത്ത, ദൈവത്തിന് വേണ്ടി നല്ല ഫലങ്ങൾ നൽകപ്പെടാത്ത ഒരു ഹൃദയത്തിന് ഉടമയാണെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഈ വചനത്തെ സ്വീകരിക്കുവാൻ എന്റെ ഹൃദയമാകുന്ന നിലത്തെ ഒരുക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് കരയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം ഉൾനട്ട വചനമാണ്. ഈ വചനത്താലാണ് ദൈവത്താൽ നാം ആത്മീക വർധനവ് പ്രാപിക്കുന്നത്. ഈ വചനത്താലാണ് നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജീവനില്ലാത്ത സാധാരണ ശരീരങ്ങളെ പോലെ വചനത്തോട് പ്രതികരിക്കാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്, പലവിധ ചിന്തകളിലൂടെ, ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നാം നമ്മുടെ മനസ്സുകളെ തിരിച്ചുവിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥയിൽ കടന്നു വരുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യാക്കോബ് പറയാണ്, യഥാർത്ഥമായ ഒരു ആത്മീകമായ പക്വത നാം ഇതുവരെയും പ്രാപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ നടണമെങ്കിൽ യാക്കോബ് 3 കാര്യങ്ങൾ അവിടെ നിർദ്ദേശിക്കുന്നു. 19-ാം വാക്യം, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. ദൈവജനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ നടണമെങ്കിൽ യാക്കോബ് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുക. എന്താണ് നിർദ്ദേശിക്കുന്നത്? കേൾപ്പാൻ വേഗത ഉണ്ടാകണം, പറവാൻ താമസം ഉണ്ടാകണം. എന്നിട്ട് പറയാണ്, കോപത്തിന് താമസം ഉള്ളവരായിരിപ്പിൻ. യേശു കർത്താവ് പല ഉപമകളും പറയുമ്പോൾ ശിഷ്യന്മാരോടും കൂടെയുള്ള ജനത്തോടും ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾപ്പാൻ മനസ്സുണ്ടോ? പലപ്പോഴും കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് പലപ്പോഴും ഉദാഹരണങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം കർത്താവ് ഈ പറഞ്ഞത് കേട്ടോ, ജനം ശ്രദ്ധിച്ചോ എന്ന് പല വിധത്തിൽ ആവർത്തിച്ച് ചോദിച്ചതായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചേ. മാർക്കോസ് 4:24. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. കേൾക്കുന്നത് എന്താണെന്ന് സൂക്ഷിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയാം. കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ദൈവത്തിന്റെ ജീവൻ അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 8:18. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ പലരും ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ട്, പലരും അത് ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്ത് വളരാതെ വണ്ണം നിന്റെ കേൾവിയെ മന്ദഗതിയിലാക്കുന്ന ശത്രുവിനെ നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്.
എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേൻ. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരാൻ വിഷമം. ഇവിടെ പൗലോസ് പറയാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ തെളിയിച്ച് തരുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ ചെവികൾ മന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. മന്ദമായിരിക്കുന്ന ചെവികൾ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ കേൾക്കുന്ന വചനം നിന്റെ മന്ദഗതിയെ മാറ്റി ആഴത്തിൽ ഈ വചനം വേരുറപ്പിച്ച് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബ് പറയാണ് അതിന്റെ 19-ാമത്തെ വാക്യം, 1-ാം അധ്യായം 19-ാം വാക്യം, പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോപത്തിന് താമസമുള്ളവരായിരിക്കണം. ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് പത്രോസ് കേൾപ്പാൻ താമസവും പറവാൻ വേഗതയും കോപത്തിന് വേഗതയും ഉള്ളവനായതുകൊണ്ട് ഒരു ശതാധിപന്റെ, ഒരു ഭൃത്യന്റെ, ഹല്ലേലൂയ സ്തോത്രം, കാതിനെ വെട്ടിവീഴ്ത്തുവാനായി ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, പത്രോസേ, നിന്റെ വാൾ, ഹല്ലേലൂയ സ്തോത്രം, അരയിലിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാളുകൊണ്ട് വെട്ടുന്നവൻ വാളാൽ നശിക്കും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നാം പലരെയും വെട്ടിയിടുന്നവരാ. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? കോപത്തിന് എന്ത് ചെയ്യണം? താമസമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കോപത്തിന് താമസമുള്ളവരായിരിക്കുന്നതിന്റെ കാരണം യാക്കോബ് അവിടെ പറയുന്നുണ്ട്, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയമായ ഒരു പക്വത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവന് ക്ഷമിക്കാൻ കഴിയുന്നത്. ക്രിസ്തീയ പക്വതയുടെ ലക്ഷണമാണ് കോപമില്ലാത്തവനായി, പ്രൈസ് ദി ലോർഡ്, കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ആത്മീക പക്വതയുടെ ലക്ഷണമാണ്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമുക്ക് പല കാര്യങ്ങളിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് ആത്മനിയന്ത്രണമില്ലാതെ പോകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കോപത്തിന് താമസം ഉള്ളവർ ആയിരിക്കട്ടെ. ഒരു ആത്മനിയന്ത്രണമുള്ളൊരു വ്യക്തിയാണ് ദൈവസന്നിധിയിൽ പക്വതയുള്ളൊരു വ്യക്തി. ഈ പക്വതയുള്ളൊരു വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേകം സഭകളുടെ പ്രശ്നത്തിനുള്ള കാരണം, അനേകം സഭകളുടെ വഴക്കിനുള്ള കാരണം, അനേകം സഭകളിലും പക്ഷങ്ങൾ വരാനുള്ള കാരണം ആത്മസംയമനമില്ലായ്മയാണ്. എന്നാൽ ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ആത്മസംയമനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളും ചിന്തിച്ച് പറയാൻ കഴിയുന്നത്. നാം പറയുന്ന ധൃതിയിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മെ കോപത്തിലേക്ക് നയിക്കും, നമ്മെ വഴക്കിലേക്ക് നയിക്കും, നമ്മെ മറ്റു പല അനുഭവങ്ങളിലേക്ക് നയിക്കും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കോപത്തിന് താമസം ഉള്ളവർ ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കോപത്തിന് താമസമുള്ളവരായിരുന്നാൽ ഹല്ലേലൂയ, നാം ആത്മനിയന്ത്രണമുള്ളവരായി പക്വതയുള്ളവരായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ വചനം തന്നെ പത്രോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പത്രോസിന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുമ്പോൾ ഒരു കാര്യം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പറവാൻ താമസവും കേൾപ്പാൻ വേഗതയും കോപത്തിന് താമസം ഉള്ളവരായി ജീവിപ്പാൻ, ഒരു ആത്മീക പക്വതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ആത്മീകമായ ഐക്യതയിലേക്ക് നമ്മെ നയിക്കുന്നത്. അതാണ് ആത്മീകമായിട്ട് ഐക്യതയുടെ നടുവിലേക്ക് നമ്മെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവസഭയുടെ ലക്ഷണം എന്ന് പറയുന്നത്
ഐക്യതയോടെ പണിയുമ്പോഴാ. പ്രൈസ് ദി ലോർഡ്. ഐക്യതയോടെ യുക്തമായി വളരുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ ആരംഭിക്കുവാൻ തുടങ്ങുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആ ആ നിങ്ങൾ ഏക ശരീരവും ഏക ആത്മാവുമുള്ളവരായി. ആ ആ ആ വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, സർവത്തിനു മീതെയുള്ളവനും സർവത്തിൽ വ്യാപരിക്കുന്നവനും സർവത്തിൽ വസിക്കുന്നവനുമായ ആമേൻ. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് വളരെ കൃത്യമായിട്ട് ദൈവസഭയോട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ ഒരുവനാണ്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ടാണ് നിങ്ങളെ വിളിച്ചത്. ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. എന്നിട്ട് പറയാണ്, എല്ലാവർക്കും മീതെ ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് മീതെ ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മീതെ ഒരുവൻ ഭരിക്കുന്നുണ്ട്. നമുക്ക് മീതെ ഒരുവൻ നിയന്ത്രണം നടത്തുന്നുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ 4-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ, 4-ാം അധ്യായം എഫെസ്യ ലേഖനം 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചേ ഇതിനോട് ചേർന്ന്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. കണ്ടോ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. പ്രൈസ് ദി ലോർഡ്. യോഗ്യമാവണ്ണം നടക്കാതിരിക്കുമ്പോഴാണ് സഭയ്ക്കകത്ത് ഭിന്നത വരുന്നത്. യോഗ്യമാവണ്ണം നടക്കാതിരിക്കുമ്പോഴാണ് വഴക്കുകൾ ഉണ്ടാകുന്നത്. യോഗ്യമാവണ്ണം നടക്കാതിരിക്കുമ്പോഴാണ് തമ്മിൽ ചേർന്നിരിക്കാൻ പറ്റാത്തത്. ഇവിടെ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നു. എന്താണ് പ്രബോധിപ്പിക്കുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക്. പ്രിയമുള്ളവരെ, ആരാ നമ്മെ വിളിച്ചിരിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. സഭയിലെ പാസ്റ്റർ അല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നേ. സഭയിലെ മൂപ്പനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നേ. സഭയിലെ പ്രവാചകനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. എന്താണ് ആ യോഗ്യത? പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിച്ചേൻ. പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും. കണ്ടോ, യോഗ്യതയുടെ അടയാളങ്ങൾ വളരെ കൃത്യമായി പൗലോസ് എഴുതുകയാണ്. എന്താണ് യോഗ്യതയുടെ അടയാളം? പൂർണ്ണവിനയം, സൗമ്യത, ദീർഘക്ഷമ, സ്നേഹം, ആത്മാവിന്റെ ഐക്യത. 2-3 വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാമോ? 4-ന്റെ 2-3 വാക്യം ഒന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണവിനയത്തോടും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കണം. ആത്മാവിന്റെ ഐക്യത വഴക്കിലല്ല സൂക്ഷിക്കേണ്ടത്, തമ്മിലടിയിലല്ല സൂക്ഷിക്കേണ്ടത്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ നാം സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, സഭയോടുള്ള ദൈവത്തിന്റെ ദൂതായി പറയുന്നു, ആത്മാവിന്റെ ഐക്യതയേക്കാൾ വലുതായി ഒന്നുമില്ല. ആത്മാവിന്റെ ഐക്യതയ്ക്ക് വലുതായി ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാതിരിക്കുമ്പോൾ ശത്രു പ്രവർത്തിക്കും, ശത്രു കയറും. ആമേൻ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു തോട്ടമാ. ഈ തോട്ടത്തെ
പല വിധത്തിലും തകർക്കാൻ പല വിധത്തിലുള്ള ആലോചനകൾ നൽകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം പറയുന്നു, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സഭ വാസ്തവത്തിൽ ഐക്യതയിൽ വളരുന്നത് ദൈവം വിളിച്ച വിളി എന്താണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുമ്പോഴാണ്. ഈ വിളി മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നാം താണിരിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം ഇപ്രകാരം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുന്നതാകയാൽ. പ്രൈസ് ദി ലോർഡ്. ഒരു ഉയർപ്പ് വേണമെങ്കിൽ ഒരു താഴ്ച ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ താഴ്ച ഏത് അടയാളത്തിൽ വേണമെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ്? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇന്ന് പകൽ കർത്താവിന്റെ ദാസൻ ദൈവസ്നേഹത്തെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായിട്ടാണ് ആത്മാവിൽ കണക്ട് ചെയ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിൽ പ്രൈസ് ദി ലോർഡ് അന്യോന്യം പൊറുക്കണം. പൊറുക്കേണ്ടത് പൊറുക്കണം, നിരപ്പ് പ്രാപിക്കേണ്ടത് നിരപ്പ് പ്രാപിക്കണം, ക്ഷമിക്കപ്പെടേണ്ടത് ക്ഷമിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ എത്ര കൃത്യമായിട്ടാണ് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ് ദൈവാത്മാവ്, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ഏറ്റവും വലുത് ആത്മാവിന്റെ ഐക്യതയാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ശരീരമേ ഉള്ളൂ. ആ ദിവ്യമായ ശരീരം ദൈവത്തിന്റെ സഭയാണ്. ആ സഭയിലെ ശരീരമാകുന്ന സഭയിലെ ഓരോ അവയവങ്ങളായി വിളിക്ക് യോഗ്യമാ വണ്ണം വിളിച്ചിരിക്കുന്ന വിശുദ്ധന്മാരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഈ വിളിയെ നാം നിരാകരിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയെയല്ല, വിളിച്ചവനെയാണ് നാം നിരാകരിക്കുന്നത്. വിളിച്ചവനെയാണ് നാം വിഷമിപ്പിക്കുന്നത്. തെരഞ്ഞെടുത്തവനെയാണ് നാം ദുഃഖിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കണം. ഇന്ന് പകലിൽ ദൈവം തരുന്നൊരു സമാധാനമുണ്ടോ നമ്മുടെ ഹൃദയത്തിനകത്ത്? നാം പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങളും നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ ആഗ്രഹങ്ങളും നമ്മുടേതായ ആവശ്യങ്ങളും ഒക്കെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ കൊണ്ട് പിശാച് കൊണ്ടിട്ടിട്ട് ഒരു സമാധാനമില്ലാതെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ സമാധാനമില്ല, ദൈവത്തെ സ്തുതിക്കുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥയിലാണോ? പലപ്പോഴും ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ വാസ്തവമായി സ്തുതിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കുറെ കാലഘട്ടത്തിന് ശേഷം അവന്റെ വായിൽ നിന്ന് സ്തോത്രങ്ങളോ സ്തുതികളോ വരുന്നില്ല. ദൈവം നൽകിയിട്ടുള്ള ഉപകാരങ്ങൾ മനസ്സിലാക്കാതെയല്ല, പക്ഷേ അകത്തളങ്ങളിൽ എവിടെയൊക്കെയോ കുടുങ്ങിപ്പോയിട്ടുണ്ട്, എവിടെയൊക്കെയോ ഭിത്തികൾ കെട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. മതിൽക്കെട്ടുകളെ തകർത്ത് പ്രൈസ് ദി ലോർഡ് ചിന്തകളിൽ മേലുണ്ടാകുന്ന, ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന പ്രൈസ് ദി ലോർഡ് ഉയർച്ചയുടെ മണ്ഡലങ്ങളെ തകർത്ത് കളയുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഓ, എന്താ അതിന്റെ ആഴം! പൊറുക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമകത്തുണ്ടാകണം. ദൈവസ്നേഹം എന്താണെന്ന് അറിയാത്തവന് പൊറുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹം വാസ്തവത്തിൽ അഗാപ്പയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന പദം അഗാപ്പേ.
ഈ ദൈവത്തിന്റെ സ്നേഹം, ആഴമുള്ള സ്നേഹം രുചിച്ചറിഞ്ഞവൻ, അവന് പൊറുക്കാൻ കഴിയും, അവന് ക്ഷമിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആത്മാവിന്റെ ഐക്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഇന്ന് പകലിൽ പൊളിച്ചു കളയണം. പൊളിച്ച് കളഞ്ഞാൽ മാത്രമേ ചിലത് ദൈവം പണിയൂ. പൊളിക്കാതെ ദൈവത്തിന് പണിയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ആരെയോ നോക്കി പറയുന്നു ചിലതിനെ പൊളിച്ചു കളയുവാൻ. പത്രോസിന്റെ ലേഖനത്തിൽ ഈ ഐക്യതയുമായി ബന്ധപ്പെട്ടിട്ട് 4 ചിത്രങ്ങൾ പത്രോസ് പറയുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 22 മുതൽ 2-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങളിൽ 4 വ്യത്യസ്തമായ ചിത്രങ്ങൾ പത്രോസ് പറയുന്നുണ്ട്. സഭയുടെ 4 വ്യത്യസ്ത ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പത്രോസ് ഈ ആത്മീകമായ ഐക്യതയ്ക്ക് ഊന്നൽ കൊടുക്കുന്നത്. 1 പത്രോസ് പറയുന്നു, പത്രോസിന്റെ ലേഖനം 1 പത്രോസ് അതിന് 1-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1 പത്രോസ് 1:22. ആമേൻ. ആ ആ ആ ആ ഹൃദയപൂർവം അന്യോന്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാം ക്രിസ്തുവിൽ ജനിച്ചവർ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒരേ ജനനം പ്രാപിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. ഒരേ ജനനം പ്രാപിച്ച ഒരേ അപ്പന്റെ മക്കൾ. ഈ അവകാശം നമുക്ക് പറയാൻ കഴിയുമോ? അപ്പന്റെ മക്കളാണ് എന്ന് അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നാം ഒരേ കുടുംബത്തിലെ മക്കളാണ്, ഒരേ ജനനം പ്രാപിച്ചവരാണ്. എന്നിട്ട് പറയാണ്, ആ അപ്പന്റെ ഒരേ സ്നേഹം പ്രദർശിപ്പിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സ്നേഹത്തെക്കുറിച്ച് പത്രോസ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര സ്നേഹത്തിനായി നിർമ്മലീകരിച്ചുകൊണ്ട്. ആമേൻ. കണ്ടോ, ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് വ്യാജമില്ല. ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരെയും പരിമിതികൾക്കകത്ത് ഉൾക്കൊള്ളുന്നതാ. സഭയെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ശുശ്രൂഷകന്മാരെ, നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നതാണ് നമ്മുടെ ശുശ്രൂഷയുടെ പരാജയം. എന്നാൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം. പ്രിയമുള്ളവരെ, നമ്മൾ പാടുന്നത് ഹൃദയപൂർവമായിരിക്കണം, നമ്മൾ സംസാരിക്കുന്നത് ഹൃദയപൂർവമായിരിക്കണം, നമ്മൾ സ്നേഹിക്കുന്നത് ഹൃദയപൂർവമായിരിക്കണം, നമ്മൾ സന്തോഷിക്കുന്നത് ഹൃദയപൂർവമായിരിക്കണം. മറ്റുള്ളവന്റെ ശുശ്രൂഷയിൽ നാം അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഹൃദയപൂർവമായിരിക്കണം. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിക്കുവിൻ. അന്യോന്യം എന്ന് പറയുന്ന പദം, ആ പദം അകത്ത് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്ത് വരണം. കാരണം പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ സ്നേഹം ആഴമായി ഹൃദയങ്ങളിൽ കൊടുക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ
പകർന്നിരിക്കുന്നുവല്ലോ. ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കൊടുക്കാനും അനുഭവിക്കാനും കഴിയുമ്പോഴാണ് ഹൃദയപൂർവം. ആ പദത്തിന്റെ അടിയിൽ വരയിട്ടുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം, കർത്താവേ, ഞാൻ ദൈവമക്കളെ സ്നേഹിക്കുന്നത് ഹൃദയപൂർവമാണോ? ഞാൻ ശുശ്രൂഷകളെ ഏറ്റെടുക്കുന്നത് ഹൃദയപൂർവമാണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമക്കളെ സ്നേഹിക്കുന്നത് ഹൃദയപൂർവമാണോ? പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്നേഹിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുന്ന വചനം കെടാത്തതാണ്, കെട്ടുപോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവ് നിലനിൽക്കുന്ന ആത്മാവാണ്, നശിച്ചു പോകാത്ത ആത്മാവാണ്, ജീവൻ നൽകുന്ന ആത്മാവാണ്. നിങ്ങളുടെ സ്നേഹത്തിനകത്ത് പോലും ആ ജീവൻ മറ്റുള്ളവരിൽ ഒന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഹൃദയപൂർവം അന്യോന്യം ഉറ്റ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനത്തിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്നേഹിക്കാൻ കഴിയുന്നതാ. നീ ഒരു വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലാണ് എന്ന് ലോകത്തിന് മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം നീ പ്രദർശിപ്പിക്കുമ്പോൾ. ആഴമായി ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ സ്വർഗം സാക്ഷീകരിക്കും, നീ വീണ്ടും ജനിച്ചവനാ. ആമേൻ. കർത്താവ് ഇപ്രകാരം പറഞ്ഞു തന്റെ വചനത്തിനകത്ത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനത്തിന്റെ ഒന്നാമത്തെ അനുഭവം ഹൃദയപൂർവം അന്യോന്യം സ്നേഹിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ വചനത്തിനകത്തു നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിച്ചേൻ. കർത്താവേ, എൻ്റെ ഉള്ളിൽ ദൈവം നട്ടിരിക്കുന്നതായ ജീവൻ അത് പുറത്തേക്ക് വരുവാൻ ഏതെങ്കിലും വിധത്തിലുള്ള മതിൽക്കെട്ടുകൾ ഉണ്ടെങ്കിൽ ആ മതിൽക്കെട്ടുകളെ പൊട്ടിച്ചു കളയുന്ന ദൈവത്തിൻ്റെ ആത്മാവിലുള്ള സ്നേഹം എൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വ്യാപരിക്കുമ്പോൾ ദൈവം പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്, ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് ലോകം അറിയട്ടെ. വീണ്ടും ജനനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം നാം അതുമായി മല്ലിടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. മനുഷ്യർക്കാർക്കും നിങ്ങളുടെ ചിന്തകളിലുള്ള ഹൃദയത്തിലുള്ള പാറക്കെട്ടുകളെ തകർക്കാൻ കഴിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ആത്മാവ് പാറക്കെട്ടുകളെ തകർക്കും. യേശുവിന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹിപ്പാൻ, ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. വീണ്ടും ജനനത്തിന് ഒന്നാമത്തെ ലക്ഷണം ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിക്കുന്നതാ. കാരണം കെടുന്ന ബീജത്താലല്ല, കെടാത്തതാലും നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനനത്തിന് ഒന്നാമത്തെ ലക്ഷണം ഹൃദയപൂർവ്വം ഉറ്റ് സ്നേഹിക്കുന്നതാ. ഇന്ന് പകൽ ഹൃദയപൂർവ്വം ഉറ്റ് സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയെ ദൈവം പ്രതീക്ഷിക്കുന്നു. ഹൃദയപൂർവ്വം ഉറ്റ് സ്നേഹിക്കുന്ന ഒരു മണവാട്ടി സഭയെ ദൈവം പ്രതീക്ഷിക്കുന്നു. ഹൃദയപൂർവ്വം ഉറ്റ് സ്നേഹിക്കുന്ന ഒരു രാജകീയ പൗരോഹിത്യ വർഗത്തെ ദൈവം പ്രതീക്ഷിക്കുന്നു. ഈ വചനം നിങ്ങളിലേക്ക് സ്വാതന്ത്ര്യമായി ഒരുങ്ങുകയാണ്. ഒരു സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങൾക്കകത്തും ഒരു വലിയ സ്വാതന്ത്ര്യം പകരട്ടെ. എല്ലാ മതിൽക്കെട്ടുകളും പൊട്ടട്ടെ. ദൈവത്തിന്റെ സ്നേഹം
അളവില്ലാത്ത സ്നേഹം ഒരു ഉറവയായി കവിഞ്ഞൊഴുകട്ടെ. കർത്താവേ, നിന്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. അവർ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ആത്മാവിലുള്ള ആരാധന അതിനകത്ത് വെളിപ്പെടട്ടെ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപ വെളിപ്പെടട്ടെ. ദൈവശക്തി അവരുടെ ഇടയിൽ വ്യാപരിക്കട്ടെ. തകർക്കുന്ന മതിൽക്കെട്ടുകളെ എല്ലാം തകർത്തുകൊണ്ട് ദൈവ സാന്നിധ്യം അവരുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ വലിയ കരങ്ങളിലേക്ക് താഴ്ത്തിയർപ്പിക്കുന്നു. തിരുമേനി സകല മഹത്വം ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ.